എന്തുകൊണ്ടാണ് ആൻഡ്രൂ ടേറ്റ്, എലോൺ മസ്ക്, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരും മറ്റു പല വലിയ നേതാക്കളും സ്വാധീനമുള്ള വ്യക്തികളും അവരുടെ കൈകൾ ഒരു പരിധി പോലെ എന്തുകൊണ്ടാണ് ഇടുന്നത് എന്നതാണ്. ഇതുകൊണ്ടുള്ള രഹസ്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്നപ്പോഴും നിങ്ങളുടെ കൈകൾ ഇങ്ങനെ വെക്കാൻ തുടങ്ങും. ഈ രഹസ്യം നമ്മുടെ പുരാതന ചരിത്രത്തിൽ മറഞ്ഞിരിക്കുന്നു. മുദ്രകൾ എന്ന് വിളിക്കപ്പെടുന്ന 5000 വർഷത്തേക്ക് മുദ്രകൾ കൈ ആംഗ്യചിഹ്നങ്ങളും സ്ഥാനങ്ങളുമാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഊർജത്തെ സംയോജിപ്പിക്കും. ആയുർവേദം അനുസരിച്ച് നമ്മുടെ ശരീരം ശരിയായ സ്ഥലത്ത് വായു, ജലം എന്നീ 5 മൂലകങ്ങൾ കൊണ്ടാണ് കോസ്മോസ് നിർമ്മിച്ചിരിക്കുന്നത്. തീ, ഭൂമി, ബഹിരാകാശം. ആരോഗ്യമുള്ള ശരീരത്തിൽ ഈ 5 ഘടകങ്ങളുടെ ബാലൻസ് വളരെ പ്രധാനമാണ്. ഈ 5 ഘടകങ്ങളിൽ ഏതെങ്കിലും വളരെ ഫലപ്രദമാണെങ്കിൽ അല്ലെങ്കിൽ വളരെ ദുർബലമായാൽ അസന്തുലിതാവസ്ഥ തുടരും. നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിച്ചത് നമ്മെ രോഗത്തിലേക്ക് നയിക്കും. വിഷാദവും 5 ഘടകങ്ങളും നമ്മളും ഉണ്ട്. നമ്മുടെ ഓരോ വിരലുകളും 5 വിരലുകളെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ തള്ളവിരൽ അഗ്നി മൂലകത്തെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ ചൂണ്ടുവിരൽ നമ്മുടെ മധ്യഭാഗത്തെ വായു മൂലകത്തെ കാണിക്കുന്നു. വിരൽ നമ്മുടെ മോതിരവിരൽ പ്രതിനിധീകരിക്കുന്ന സ്ഥലത്തിനായുള്ളതാണ്. ഭൂമിയും നമ്മുടെ പിങ്കുവിരലും ജലത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ മുദ്രകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരു ആംഗ്യമോ ചിഹ്നമോ ഉണ്ടാക്കുന്നു. ഒരു പ്രത്യേക ആവശ്യത്തിനായി നിങ്ങളുടെ കൈകളാൽ ഈ 5 ഘടകങ്ങളെ സന്തുലിതമാക്കുന്നു. അതുവഴി നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. നിങ്ങളുടെ ഉദ്ദേശത്തിൽ മാത്രമാണ് മുദ്രകൾ ഉണ്ടാകുന്നത്. മുദ്രകൾ എന്നും വിളിക്കുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഓരോ 5 വിരലുകളും യുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ നമ്മുടെ കൈകളുടെ സ്ഥാനം മാറ്റുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഊർജം സന്തുലിതമാക്കാനും വർദ്ധിപ്പിക്കാനും കഴിയും. നമ്മുടെ മാനസികാരോഗ്യം. നിങ്ങളുടെ കൈകൾ എങ്ങനെ ഒരു ഗേറ്റ്വേ ആകുമെന്നതിൽ കൗതുകമുണ്ട്. സാർവത്രിക ഊർജത്തിലേക്കോ മുദ്രകളുടെ ആവേശകരമായ ലോകം. മുദ്രകൾ പ്രതീകാത്മക കൈ ആംഗ്യങ്ങൾ രൂപം കൊള്ളുന്നു. വ്യത്യസ്ത വിരലുകളുടെയും കൈകളുടെയും പാറ്റേണുകൾ ഉപയോഗിച്ച് അതുല്യമായ അർത്ഥം വഹിക്കുന്നത്. അവ ഊർജ പ്രവാഹത്തെ നയിക്കുമെന്ന് കരുതപ്പെടുന്നു. ശരീരത്തിനുള്ളിൽ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. എന്നാൽ ഇവിടെയാണ് ഇത് കൂടുതൽ രസകരമാകുന്നത്. നമ്മുടെ കൈയിലെ ഓരോ വിരലും പ്രതിനിധാനം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്ന മുദ്രകൾ രൂപപ്പെടുത്തുന്നതിലൂടെ നമുക്ക് സന്തുലിതമാക്കാൻ കഴിയും നമ്മുടെ ഉള്ളിലെ ഈ ഘടകങ്ങൾ. ഇനി നമുക്ക് ചില പ്രത്യേക മുദ്രകളിലേക്ക് കടക്കാം. അവയുടെ പ്രാധാന്യവും. ഇതാ ആദ്യത്തെ മുദ്ര, ഉത്തരബോധി മുദ്ര. ഈ മുദ്ര ഉപയോഗിച്ചത് പ്രബുദ്ധതയും ശാക്തീകരണവും. നിങ്ങളുടെ വിരലുകൾ ഇന്റർലോക്ക് ചെയ്യുന്നത് ഉൾപ്പെടുന്നു. സൂചിക നിലനിർത്തുമ്പോൾ വിരലുകളും തള്ളവിരലുകളും നീട്ടി നുറുങ്ങുകളിൽ സ്പർശിക്കുന്നു. ഈ മുദ്ര പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾ അവബോധജന്യമായ ആശയവിനിമയത്തെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസവും. രണ്ടാമത്തെ മുദ്രയിലേക്ക് നീങ്ങുന്നു, ഹാഗിനി മുദ്ര. ഈ മുദ്ര വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകാഗ്രതയും ഓർമ്മശക്തിയും. നിങ്ങളുടെ വിരലുകളുടെ നുറുങ്ങുകൾ കൂട്ടിച്ചേർത്താണ് ഇത് ചെയ്യുന്നത്, ഓരോ കൈയിലും ഒരുമിച്ച്. ഇത് ഉപയോഗിക്കാൻ ഒരു മികച്ച ഉപകരണമാണ്. നിങ്ങൾക്ക് ഒരു മാനസിക ഉയർച്ച ആവശ്യമുള്ളപ്പോൾ ആ അധിക സ്പാർക്ക് നൽകുന്നു നിങ്ങളുടെ വൈജ്ഞാനിക കഴിവുകളിലേക്ക്. അടുത്തതായി ഞങ്ങൾ പരിശോധിക്കുന്നു മൂന്നാമത്തെ മുദ്രയുടെ ധ്യാൻ മുദ്ര, ശാന്ത. ആഴത്തിലുള്ള ധ്യാനത്തിനും ഏകാഗ്രതയ്ക്കും ഉപയോഗിക്കുന്നു. ഈ മുദ്ര ഉൾപ്പെടുന്നു നിങ്ങളുടെ മടിയിൽ കൈകൾ വയ്ക്കുക. ഇടതു കൈ വലത്തിന് താഴെ. ഇന്തപ്പനകൾ മുകളിലേക്ക് അഭിമുഖീകരിക്കുന്നു. ഒപ്പം തള്ളവിരലിന്റെ നുറുങ്ങുകളും സ്പർശിക്കുന്നു. ഈ സമാധാനവും പ്രോത്സാഹിപ്പിക്കുന്നു. ജീവിതത്തിന്റെ അരാജകത്വങ്ങൾക്കിടെ നമ്മുടെ യാത്ര പിന്നീട് നമ്മെ നയിക്കുന്നു. നാലാമത്തെ മുദ്രയിലേക്ക്, കുബേർ മുദ്ര. സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകം. ഈ മുദ്ര നിർവഹിക്കുന്നത് നിങ്ങളുടെ തള്ളവിരലിൽ ചേരുന്നു സൂചിക, നടുവിരലുകളും ഒരുമിച്ച്. മറ്റ് 2 വിരലുകൾ സൂക്ഷിക്കുമ്പോൾ നിന്റെ കൈപ്പത്തിയിൽ ചുരുണ്ടും. ഈ മുദ്ര പരിശീലിക്കുന്നതിലൂടെ നിങ്ങൾ തുറക്കുകയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സമ്പത്തിലേക്കും അവസരങ്ങളിലേക്കുമുള്ള വാതിലുകൾ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധി ആകർഷിക്കുന്നു. കൂടാതെ ശാന്തവും ആത്മവിശ്വാസവും അനുഭവിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. അടുത്തതായി ജ്ഞാൻ മുദ്ര. പലപ്പോഴും പരസ്പരം മാറ്റി ഉപയോഗിക്കാറുണ്ട്. ഈ മുദ്രകൾ അറിയപ്പെടുന്നത് ഏകാഗ്രത മെച്ചപ്പെടുത്തുകയും മെമ്മറി മൂർച്ച കൂട്ടുകയും ചെയ്യുന്നു. നിങ്ങളുടെ തള്ളവിരലിന്റെ അഗ്രം ചേരുന്നത് അവയിൽ ഉൾപ്പെടുന്നു. ഒപ്പം ചൂണ്ടുവിരലും ഒരുമിച്ച്. മറ്റു 3 വിരലുകൾ നേരെയാക്കുക. ഈ മുദ്രകൾ ജ്ഞാനം തേടുന്നതിനുള്ള ശക്തമായ ഉപകരണങ്ങളാണ്. ചിന്തയുടെ വ്യക്തത വളർത്തുന്ന അറിവും. ഒടുവിൽ ഞങ്ങൾ എത്തിച്ചേരുന്നു ശാന്തമായ 6ാമത്തെ മുദ്ര, അതിമുദ്ര. സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നതിന് പേരുകേട്ട്. ഈ മുദ്രയിൽ നിങ്ങളുടെ മുഷ്ടി അടയ്ക്കുന്നത് ഉൾപ്പെടുന്നു. നിങ്ങളുടെ തള്ളവിരൽ ഉള്ളിൽ വിടുക. വൈകാരിക സന്തുലിതാവസ്ഥയ്ക്കുള്ള മികച്ച ഉപകരണമാണ് ഈ മുദ്രതയും പ്രോത്സാഹിപ്പിക്കുന്നു. സമാധാനത്തിന്റെ ഒരു വിളക്കുമാടം. വികാരങ്ങളുടെ പ്രക്ഷുബ്ധമായ കടൽ.
പൊതിയാൻ മുദ്രകൾ ഒരു ശക്തമായ ഉപകരണമാണ്. അത് നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജം സന്തുലിതമാക്കാൻ സഹായിക്കും. നിങ്ങളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുക. സമൃദ്ധിയെ പോലും ക്ഷണിക്കുന്നു. അവ നിർവഹിക്കാൻ ലളിതമാണ്, എവിടെയും ചെയ്യാൻ കഴിയും. കൂടാതെ പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമില്ല, നിങ്ങളുടെ കൈകൾ മാത്രം. നിങ്ങളുടെ സമയത്തിന്റെ കുറച്ച് നിമിഷങ്ങളും. എങ്കിൽ എന്തുകൊണ്ട് അവ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തരുത്? നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം. പരിവർത്തന സ്വാധീനത്തിൽ അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം.